ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായ എൻ വാസു അറസ്റ്റിലായിരിക്കുകയാണ്. എൻ വാസുവിന്റെ അറസ്റ്റ് സംബന്ധിച്ച് അറസ്റ്റ് വൈകുന്നു എന്ന് വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് അടക്കം വാർത്താസമ്മേളനത്തിൽ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാത്തതിന്റെ പിന്നിൽ CPM ഉൾപ്പെടെയുള്ള ലോബിയുണ്ട്. CPM സർക്കാരിനൊക്കെ ഇതിനകത്ത് വലിയ പങ്കുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം എൻ വാസുവിന്റെ അറസ്റ്റ് വൈകാനുള്ള കാരണമായി അന്വേഷണ സംഘത്തിന്മേലുള്ള SITക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേലുള്ള കടുത്ത സമ്മർദ്ദമുണ്ട്. അതുകൊണ്ടാണ് അറസ്റ്റ് വൈകുന്നത് അടക്കമുള്ള കടുത്ത ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. എൻ വാസു മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനും അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറും ഒക്കെ ആയിരുന്ന എൻ വാസുവിനെ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. സ്വർണ്ണപ്പാളി കാണാതായ വിഷയത്തിൽ സ്വർണ്ണക്കൊള്ളയുമായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എൻ വാസുവിനെ പ്രതി ചേർത്തിരുന്നു. ഇപ്പോൾ എൻ വാസുവിനെ നേരത്തെ തന്നെ കസ്റ്റഡിയിലെടുത്തു. മണിക്കൂറുകളോളൊക്കെ ചോദ്യം ചെയ്തൊക്കെ നമുക്ക് ദിവസങ്ങൾക്ക് മുമ്പ് എൻ വാസുവിന്റെ ചോദ്യം ചെയ്യുകയും പിന്നീട് വിട്ടയക്കുകയും പിന്നെ ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യുമെന്നടക്കം നിർദ്ദേശം നൽകിയ അന്വേഷണ സംഘം വിട്ടയച്ചിരുന്നു. ഈ അന്വേഷണ സംഘം ഓരോ ഘട്ടത്തിലും വാസുവിനെ ചോദ്യം ചെയ്യുമ്പോഴും നിർണായകമായ തെളിവുകൾ അവർക്ക് ലഭിച്ചിരുന്നു. കാരണം എൻ വാസുവിന് കൃത്യമായി അറിയാമായിരുന്നു ഇതിനകത്ത് ഈ സ്വർണ്ണപ്പാടി 2019 ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ കൈവശം കൊടുത്തയക്കുന്ന വേളയിൽ കൃത്യമായി എൻ വാസുവിന് അറിയാമായിരുന്നു അത് സ്വർണം തന്നെ, അത് ചെമ്പാണ് എന്ന് എഴുതി ചേർക്കുകയായിരുന്നു എന്ന് എൻ വാസുവിന് കൃത്യമായി അറിയാമായിരുന്നു എന്ന ഏറ്റവും നിർണായകമായ തെളിവ് അടക്കമാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയത്.